എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങുമ്പോൾ ഞാൻ ഫോളോ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ എക്സാം ഉറപ്പായിട്ടും കിട്ടിയിരിക്കണം. നമ്മളൊരു എക്സാം കഴിയുമ്പോൾ നമ്മൾ വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് മാർക്ക് കുറഞ്ഞത് എന്നൊരു ചിന്ത ഒരിക്കലും നമ്മുടെ മനസ്സിൽ വരാൻ പാടില്ല. ആ രീതിയിൽ നമ്മൾ പഠിക്കണം. അപ്പോൾ സംസ്ഥാന തലത്തിൽ 5 ലക്ഷം പേര് എഴുതിയ പരീക്ഷയിൽ അതിൽ ആദ്യത്തെ റാങ്കുകാരനാവുക എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ലെന്ന് ഈ PSC പഠിക്കുന്നവർക്ക് അറിയാം. പുറത്തേക്കുന്നവർക്ക് ഇതിന്റെ വ്യാപ്തി എത്രമാത്രമാണ് എന്നൊന്നും അറിയില്ല. പക്ഷെ പഠിക്കുന്നവർക്ക് അറിയാം. ഇത് എല്ലാവർക്കും നേടാവുന്നതേ ഉള്ളൂ. ഇത് വലിയ പാടൊന്നുമല്ല. കറക്റ്റായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് പ്രോപ്പർ റിവിഷനും സിലബസ് കംപ്ലീറ്റ് ചെയ്യും, PYQ ചെയ്യും, ഹാർഡ് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഉറപ്പായിട്ട് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അത് 100% ഉറപ്പാണ്. എൻ്റെ പേര് അഭിഷേകാണ്. കഴിഞ്ഞ ഖാദി LDയിൽ എനിക്ക് ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു. എൻ്റെ വീട് തിരുവനന്തപുരം ജില്ലയിലെ പൂവാറിനടുത്തുള്ള വ്യാലിയിലാണ്. എൻ്റെ അച്ഛനൊരു ഗവൺമെൻറ് ജോലിക്കാരനായിരുന്നു. അതുകൊണ്ടാണ് എനിക്കും ഒരു ഗവൺമെൻറ് ജോലിക്കാരനാവണമെന്ന് താല്പര്യമുള്ളത്. പണ്ട് മുതലേ ഒരു ഗവൺമെൻറ് സർവീസിൽ കയറണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. PG പഠിച്ചിറങ്ങിയപ്പോൾ എല്ലാവരും എന്നെ BEdന് പോകാനാണ് പറഞ്ഞത്. പക്ഷേ എനിക്കാണെങ്കിൽ ഒരു ഗവൺമെൻറ് ജോലിയിൽ കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കാരണമാണ് ഞാൻ ഈ PSC ഫീൽഡിലോട്ട് ഇറങ്ങിയത്. PSC പഠിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ നല്ലൊരു ജോലി കിട്ടുമെന്ന് ഒരു വിശ്വാസമുണ്ട്. അതേപോലെ തന്നെ ജോബ് സെക്യൂരിറ്റി ഉള്ള ഒരു ജോലിയാണ് ഈ ഗവൺമെൻറ് ജോലി എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പ്രധാനമായിട്ടും ഈ PSC ഫീൽഡിലോട്ട് വന്നത്. ഖാദി ബോർഡ് LDCയും വേരിയസ് LDCയും അടുത്തടുത്തായിരുന്നു. അപ്പോൾ ഞാൻ രണ്ടും ഒരുമിച്ചാണ് പഠിച്ചു തുടങ്ങിയത്. ആദ്യമേ തന്നെ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ഇവിടെ ലക്ഷ്യയിൽ വന്നിരുന്നു. അപ്പോൾ സാറുമാർ എങ്ങനെയാണ് പഠിക്കേണ്ടത് എല്ലാം പറഞ്ഞായിരുന്നു. ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം സിലബസ് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് മുറിയിൽ ഒട്ടിച്ചു. എന്നിട്ട് സിലബസ് മൊത്തം കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ളായിരുന്നു എൻ്റെ ആഗ്രഹം. എന്നിട്ട് ആദ്യമേ തന്നെ ഈ സിലബസ് എക്സാമിന് 1 മാസം മുമ്പ് വരെ എല്ലാ സിലബസും കറക്റ്റായിട്ട് കവർ ചെയ്തു. അതിൽ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും SCRTയും എല്ലാം ആ സിലബസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കവർ ചെയ്തു. ഇവിടെ ലക്ഷ്യത്തിൽ തന്നെ ഏതൊക്കെ SCRT ചാപ്റ്ററാണ് നമുക്ക് പഠിക്കേണ്ടതെന്ന് അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആ ചാപ്റ്ററെല്ലാം ആദ്യമേ കവർ ചെയ്തു. എന്നിട്ട് എക്സാമിന് മുമ്പത്തെ ദിവസം പുതുതായിട്ടൊന്നും പഠിച്ചില്ല. മുമ്പ് പഠിച്ചത് മാത്രം റിവൈസ് ചെയ്യുകയും മോക്ക് എക്സാം ചെയ്യുകയാണ് ചെയ്തത്. ഈ മോക്ക് എക്സാം ചെയ്തുകൊണ്ടാണ് ഒരു കോൺഫിഡൻസ് വന്നത്. എക്സാം നമുക്ക് എന്നിട്ട് എഴുതാൻ പറ്റും. കാരണം ഓരോ മോക്ക് എക്സാം കഴിയുമ്പോഴും നമുക്ക് മാർക്ക് കൂടുന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അത് കാരണം എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായി, നന്നായിട്ട് എഴുതാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. പണിയുടെ രീതി എന്ന് പറഞ്ഞാൽ ഇവിടെ ലക്ഷ്യം വരുന്ന ദിവസമാണെങ്കിൽ രാവിലെ ഞാൻ കറക്റ്റായിട്ട് എല്ലാ ദിവസവും ഉറങ്ങും. ഉറക്കം ഞാൻ ഒരു വിട്ടുവീഴ്ചയില്ല. രാത്രി 10:30 കിടന്നിട്ട് രാവിലെ ഒരു 6 മണിക്ക് എണീച്ചിട്ട് എപ്പോഴും സമയം കിട്ടുമോ അപ്പോഴെല്ലാം പഠിക്കും. അങ്ങനെയാണ് ഞാൻ എല്ലാം സ്വന്തമായിട്ടാണ് എല്ലാം പഠിക്കാൻ നോക്കിയത്. അതായത് കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പിനൊന്നും അങ്ങനെ പോയില്ല. തുടക്കത്തിന് കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പിന് ഞാൻ കുറച്ച് കാലം പോയിരുന്നു. പക്ഷേ എന്നിട്ട് സ്വന്തമായിട്ട് പഠിക്കാമെന്ന് പറഞ്ഞ് സ്വന്തമായിട്ട് പഠിക്കാൻ വേണ്ടി മാറിയതാണ്. നമ്മളൊരു എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങുമ്പോൾ ഞാൻ ഫോളോ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ എക്സാം ഉറപ്പായിട്ടും കിട്ടിയിരിക്കണം. നമ്മളൊരു എക്സാം കഴിയുമ്പോൾ നമ്മൾ വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് മാർക്ക് കുറഞ്ഞത് എന്നൊരു ചിന്ത ഒരിക്കലും നമ്മുടെ മനസ്സിൽ വരാൻ പാടില്ല. ആ രീതിയിൽ നമ്മൾ പഠിക്കണം. അങ്ങനെയാണ് ഞാൻ ഈ LDC പഠിച്ചത്. അതായത് മാക്സിമം നമുക്ക് കഴിയാമെന്നുള്ള മാക്സിമം പഠിക്കണം. പിന്നെ സബ്ജക്ട്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇംഗ്ലീഷും മലയാളവും സത്യം പറഞ്ഞാൽ ഇംഗ്ലീഷ് ഗ്രാമറിൽ നിന്ന് നിറയെ മാർക്ക് എനിക്ക് പോകുമായിരുന്നു. അതേപോലെ മലയാളവും നിറയെ മാർക്ക് എനിക്ക് പോകുമായിരുന്നു. അപ്പോൾ ഞാൻ കിരൺ സാറിൻ്റെ ക്ലാസ്സിൽ ഇംഗ്ലീഷ് ഗ്രാമറൊക്കെ എനിക്ക് ഏകദേശം കവർ ചെയ്യാൻ പറ്റി. SCRT പ്രകാരം മലയാളം എല്ലാം കവർ ചെയ്തായിരുന്നു. എനിക്ക് മലയാളം ഇംഗ്ലീഷ് എനിക്ക് നല്ല മാർക്ക് കിട്ടി എന്നാണ് എൻ്റെ വിശ്വാസം. ബാക്കി സബ്ജക്ട്സ് എല്ലാം ഞാൻ ഇവിടെ ലക്ഷ്യയുടെ ക്ലാസ് കണ്ട് പഠിച്ച് കവർ ചെയ്ത് പോയാണ് ചെയ്തത്. പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ഓർഡറായിട്ട് പഠിക്കാൻ പറ്റിയത് ഈ ലക്ഷ്യം വന്നതിന് ശേഷമാണ്. അതിനു മുമ്പൊക്കെ പഠിക്കുകയെന്ന് ചോദിച്ചാൽ ഞാൻ വീട്ടിൽ നിന്ന് പഠിക്കുകയായിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് എങ്ങനെ പഠിക്കണം, എങ്ങനെ ഓർഡറായിട്ട് പഠിക്കണമെന്ന് മനസ്സിലാക്കിയത് ലക്ഷ്യം വന്നതിന് ശേഷമാണ്. ഇവിടെ LD ബാച്ചിൽ വന്നപ്പോഴാണെങ്കിൽ ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സും ഒരുമിച്ചാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തത്. ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഓൺലൈൻ ക്ലാസ് കാണുമായിരുന്നു. ഞാൻ ഒരു 90% കൂടുതൽ വീഡിയോസിന് ഓൺലൈൻ ക്ലാസ്സിൽ കവറായിരുന്നു. ഈ സിലബസ് മൊത്തം കംപ്ലീറ്റ് ചെയ്ത് ഈ ലക്ഷ്യയുടെ ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സും ചേർത്താണ്. ഇവിടെ ക്ലാസ്സിൽ വരുന്നതുകൊണ്ടുള്ള മെയിൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ സാറുമാരെല്ലാം ഫ്രണ്ട്ലിയാണ്. ഞാൻ സാറുമാരുടെ നമ്പറൊക്കെ വാങ്ങിച്ച് ഞാൻ നിറയെ ഡൗട്ടൊക്കെ സാറുമായിട്ട് ചോദിക്കാറുണ്ട്. സുധി സാറും ശിവ സാറും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ നമുക്ക് ജോലി കിട്ടിയതിന് ശേഷമുള്ള നമ്മുടെ ലൈഫും പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലൈഫും എല്ലാം പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. അത് കാരണം എനിക്ക് പഠിക്കാൻ വേണ്ടി നല്ല മോട്ടിവേഷൻ കിട്ടാറുണ്ട്. മെയിനായിട്ട് ശിവ സാറാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മോക്ക് എക്സാം നടത്തുകയും നമ്മുടെ എല്ലാവരുടെയും പഠന നിലവാരം കമ്പയർ ചെയ്യുകയും ചെയ്യും. പക്ഷേ എനിക്ക് ലക്ഷ്യയിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ബെനിഫിറ്റായിട്ട് തോന്നിയത് ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡ് കിട്ടി. കാരണം ഡെയിലി മോക്ക് എക്സാം നടത്തുമ്പം എങ്ങനെയെങ്കിലും നല്ല മാർക്ക് വാങ്ങണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കാരണം ഒരു നല്ലൊരു കോമ്പറ്റീറ്റീവ് മൈൻഡ് സെറ്റ് ഇവിടെ നിന്ന് കിട്ടി.
ഇതെല്ലാം എനിക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. നമ്മൾ പുതുതായിട്ട് PSC പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം എല്ലായിടത്തും നെഗറ്റിവിറ്റിയാണ്. അതായത് ജോലി കിട്ടത്തില്ല, അത് പാർട്ടിക്കാർ കയറും, മൊത്തം നെഗറ്റിവിറ്റിയാണ്. എൻ്റെ അഭിപ്രായത്തിൽ ആ നെഗറ്റിവിറ്റി പറയുന്നുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ നമ്മുടെ ഭാഗം മാക്സിമം പഠിക്കുക, പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജോലി കിട്ടും. ഇപ്പം PSC റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചാണ് ജോലിക്ക് വന്നത്, അല്ലാതെ ജോലിക്ക് വന്ന ആരുമില്ല. ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പുതുതായിട്ട് ഒരു കുട്ടി പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ ഒരു സോഴ്സ് മാത്രം മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക. ഞാൻ മുമ്പ് വീട്ടിൽ നിന്ന് പഠിക്കുമ്പോൾ എല്ലാം വാരി വലിച്ച് പഠിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. പക്ഷേ അത് നമുക്ക് എക്സാമിൽ ദോഷം ചെയ്യും. നമ്മൾ മെയിനായിട്ട് ഒരു സോഴ്സ് മാത്രം ഫോക്കസ് ചെയ്യുക. എക്സാമ്പിൾ ഞാൻ ലക്ഷ്യ കയറിയ ശേഷം ലക്ഷ്യയുടെ സോഴ്സുകൾ മാത്രമാണ് ഫോക്കസ് ചെയ്തത്. ഒരു സോഴ്സ് മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുക. പിന്നെ ഏറ്റവും പ്രധാനം റിവിഷൻ. മിക്ക PSC വിദ്യാർത്ഥികൾക്ക് എനിക്ക് മനസ്സിലായിട്ടുള്ളതെന്ന് വെച്ചാൽ എല്ലാവരും പഠിക്കുന്നുണ്ട്, പക്ഷേ റിവിഷൻ കുറവാണ്. ഈ PSCയിൽ ഏറ്റവും പ്രധാനം റിവിഷനാണ്. നമ്മൾ എത്രത്തോളം പ്രോപ്പർ റിവിഷൻ ഉണ്ടോ അത്രത്തോളം എക്സാം അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ നമ്മൾ എത്ര പഠിച്ചാലും ചിലപ്പോൾ ഭാഗ്യക്കേട് കാരണം 1-2 ക്വസ്റ്റ്യനൊക്കെ തെറ്റാറുണ്ട്. എത്രത്തോളം മോക്ക് എക്സാം എഴുതുമോ നമുക്ക് എക്സാമിന് മിസ്റ്റേക്ക് കാരണം തെറ്റുന്നത് മോക്ക് എക്സാം എഴുതി നമുക്ക് കുറയ്ക്കാൻ പറ്റും. കാരണം എനിക്കൊക്കെ തുടക്കത്തിൽ 5 മാർക്കെല്ലാം സാധാരണ മോക്ക് എക്സാം എഴുതുമ്പോൾ അബദ്ധത്തിൽ പോകാറുണ്ട്. പിന്നെ മോക്ക് എക്സാം എഴുതി വന്നപ്പോഴാണ് ഈ അബദ്ധത്തിൽ തെറ്റുന്നതിൻ്റെ എണ്ണം കുറയ്ക്കാൻ പറ്റിയത്. അതേപോലെ തന്നെ ചില പുതിയതായിട്ട് പഠിക്കുന്ന പിള്ളേർക്ക് ചില സബ്ജക്റ്റ് നന്നായിട്ട് അറിയായിരിക്കും, ചില സബ്ജക്റ്റ് അറിഞ്ഞുകൂടായിരിക്കും. അവരറിയാമെന്നുള്ളത് മാത്രം പഠിക്കും. പക്ഷേ നമ്മൾ എല്ലാ സബ്ജക്റ്റിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം, എങ്കിലേ നമുക്ക് നല്ല മാർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. എനിക്ക് ഇങ്ങനെ ഒരു ജോലി കിട്ടാൻ കാരണം എൻ്റെ മാത്രം എഫേർട്ടല്ല, എൻ്റെ പാരൻസിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതേപോലെ ലക്ഷ്യയിലെ അധ്യാപകരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ചെറിയൊരു അച്ചീവ്മെൻറ്റ് ലഭിച്ചത്. ഇത് എല്ലാവർക്കും നേടാവുന്നതേ ഉള്ളൂ. ഇത് വലിയ പാടൊന്നുമല്ല. കറക്റ്റായിട്ട് ഫോക്കസ്ഡായിട്ട് പ്രോപ്പർ റിവിഷനും സിലബസ് കംപ്ലീറ്റ് ചെയ്യും, PYQ ചെയ്യും, പിന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഉറപ്പായിട്ട് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അത് 100% ഉറപ്പാണ്. ഇതാണ് എനിക്കിപ്പോൾ പുതുതായിട്ട് പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾക്ക് പറയാവുള്ളൂ. ഒരു ബാലികേറാ മലയല്ല. എനിക്ക് ഖാദി ബോർഡ് LDCക്ക് നല്ല റാങ്ക് ഉണ്ട്. അതേപോലെ ട്രിവാൻഡ്രം LDC ഷോർട്ട് ലിസ്റ്റ് ഉണ്ട്. നല്ല റാങ്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്ത എൻ്റെ ഡ്രീം ജോബ് എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആണ്. അതിനുവേണ്ടി ഞാൻ തിരുവനന്തപുരം ലക്ഷ്യയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് നല്ല റാങ്ക് നേടാൻ വേണ്ടി നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.